നമസ്കാരം കൂട്ടുകാരെ, വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കോവയ്ക്കായും പാവയ്ക്കായും കൂടെ പ്രത്യേക രീതിയിൽ ചാറ് വെക്കുന്നതാണ്. ഇതിനായിട്ട് ഒരു ചട്ടി ചൂടാക്കുക. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 8 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഒരു 5 മിനിറ്റ് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 2 പാവയ്ക്ക അരിഞ്ഞതും 10 കോവയ്ക്ക അരിഞ്ഞതും ഇതുപോലെ തന്നെ നീളത്തിൽ അധികം കട്ടി കുറയാതെ അരിഞ്ഞെടുക്കണം. എല്ലാ കഷ്ണങ്ങളും ഒരുപോലെ തന്നെ സൈസ് ആയിരിക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 8 മിനിറ്റ് സമയത്തോളം ഇത് വഴറ്റണം. പിന്നെ ചേർക്കുന്നത് 20 ഗ്രാം പിഴിയുന്ന പുളിയാണ്. നീരല്ല, പുളി തന്നെ. 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒരു മീഡിയം ഹീറ്റിൽ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴന്നു വന്നതിന് ശേഷം 1.5 കപ്പ് ചെറു ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് മീഡിയം ഹീറ്റിൽ തിളച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുക. 10 മിനിറ്റും കൊണ്ട് ഇത് നല്ലതായിട്ട് വെന്ത് ഈ വെള്ളമൊക്കെ പറ്റി കുറുകി വരുന്നതായിരിക്കും. അരച്ച് ചേർക്കാനായിട്ട് 1/2 കപ്പ് തേങ്ങ, 1/4 ഭാഗം സവോള, 5 അല്ലി വെളുത്തുള്ളി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പരിപ്പ് നേരത്തെ തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്, 1/2 ടീസ്പൂൺ ജീരകം. നെയ്യ് പോലെ ഇത്രയും ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കുക. ഇവിടെ ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. തീ ഏറ്റവും കുറയ്ക്കുക. എന്നിട്ട് ഈ അരച്ച മിശ്രിതം ഇതിലേക്ക് ചേർക്കുക. ആവശ്യത്തിനനുസരിച്ച് ഞാനിവിടെ ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും ഇത് ചേർത്തതിന് ശേഷം വീണ്ടും തീയെ ഒരു മീഡിയം ഹീറ്റിലേക്ക് ആക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിക്കാം. അതായത് ഈ പരിപ്പ് റോസ്റ്റ് ചെയ്ത് മാത്രമേ ഇതിൽ ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ പച്ചപ്പരിപ്പിൻ്റെ രുചി വരും. കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് താളിച്ച മുളക്, ചുമന്നുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർക്കുക. രുചികരമായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈനു തോമസ്. ഉടനെ തന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക്